ബംഗ്ലാദേശ് അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? ബംഗ്ലാദേശ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 68 കിലോമീറ്ററിലധികം ഇന്ത്യ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു എന്ന രീതിയിൽ. പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ആ സ്ഥലങ്ങൾ പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യമുണ്ടോ? ഇന്ത്യ ബംഗ്ലാദേശിനെ 1971 തൊട്ട് ഇന്ത്യ ബംഗ്ലാദേശിന് ജന്മം കൊടുക്കുന്ന സമയം തൊട്ട് ഇന്ത്യ ബംഗ്ലാദേശിനോട് കാണിച്ചിരുന്നത് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു നയതന്ത്രമായിരുന്നു. അത് ബോർഡർ ഡിപ്ലോമസി ആയാലും പൊളിറ്റിക്കൽ ഡിപ്ലോമസി ആയാലും ഇന്ത്യ വളരെ സൗഹൃദപരമായിട്ടാണ് ബംഗ്ലാദേശുമായിട്ട് ഇടപെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അവർ ഈ സംഭരണ പ്രക്ഷോഭം ജമാഅത്തേക്കാർ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ഇന്ത്യയുടെ നയതന്ത്രത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബോർഡറിലും അവരുടെ ബംഗ്ലാദേശ് റേഞ്ചേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ BSF സമാനമായിട്ടുള്ള സൈന്യത്തിൻ്റെ കാര്യമല്ല, BSF സമാനമായിട്ടുള്ള ഒരു സംവിധാനമാണ് അവരുടെ ബോർഡേഴ്സ് കാക്കുന്നത്. അപ്പോൾ അവരുമായിട്ടും ഇന്ത്യ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു നിലപാടാണ് നമ്മൾ കാണിച്ചു പോകുന്നത്. അതായത് അവരെ അതാണ് ഈ സംഭരണ പ്രക്ഷോഭത്തിന് ശേഷം നാം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവിടുത്തെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ബംഗ്ലാദേശിൽ നിന്നുള്ള നേതാക്കൾ പറയുകയാണ്, ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഭാഗം പിടിച്ചു വരുമ്പോൾ ഞങ്ങൾ ഈ കൊൽക്കത്ത ബീഹാർ പ്രദേശം പിടിച്ചു വരാമെന്ന രീതിയിലുള്ള പ്രസ്താവനകളുണ്ടല്ലോ. അത് നമ്മൾ ചരിത്രത്തിലോട്ട് നമ്മൾ ചുഴിഞ്ഞു നോക്കുകയാണെങ്കിൽ വളരെ പണ്ട് നമ്മളെ ഇന്ത്യയിലെ ഒരു ഭൂരിഭാഗം ആൾക്കാർ വെറുത്തിരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ബാലാസാഹബ് താക്കറെ, ശിവസേനയുടെ. അദ്ദേഹം ഇത് 80കളിലെ പറഞ്ഞതാണ്. ബംഗ്ലാദേശ് വഴി ബംഗാളികൾ ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും കയറുന്നുണ്ട്, അവിടുന്ന് അവർ ബോംബെയിൽ വരുന്നുണ്ട്, ഇത് രാജ്യത്തിന് വലിയൊരു പ്രശ്നമാവുമെന്ന് ബാലാസാഹബ് താക്കറേജി ഒരു 45 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ മലയാളികൾ തന്നെ വളരെ വെറുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ബാലാസാഹബ് താക്കറേജി മാറിയ കാരണം അദ്ദേഹം സ്വദേശി അല്ലെങ്കിൽ മണ്ണിൻ്റെ മക്കൾ വാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ മണ്ണിൻ്റെ മക്കൾ വാദം നമ്മളെ ബോംബെയിൽ മാത്രമായിരുന്നപ്പോഴത്തേക്ക് അത് തെറ്റാണ്. പക്ഷേ ഇന്ത്യക്ക് മണ്ണിന്റെ മക്കൾ വാദത്തിലോട്ട് പോകേണ്ടി വരുമ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എതിർത്തവരോടൊപ്പം അത് നമ്മൾ നോക്കണ്ട. അച്ഛനെ നോക്കിയിട്ട് നമ്മൾ മകനെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നത് അന്വർത്ഥമായിട്ട് വരെയാണ്. കേരളത്തിൽ പോലും ഇന്നലെ നമ്മൾ വായിച്ചതാണ്, കേരളത്തിൽ ഈ പല പോക്കറ്റുകളിലും ബംഗാളികൾ താമസിക്കുന്ന പോക്കറ്റുകളിൽ കഞ്ചാവും MDMA ഒക്കെ അവർ നിർലോഭം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പകുതി പേരോളം കേരളത്തിന് ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ്, അവർ ബംഗ്ലാദേശികളാണ്. ഇത് പണ്ട് ബാലാസാഹബ് താക്കറേജി പറഞ്ഞാണ്. പക്ഷേ ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നില്ല. നമ്മൾ അതിഥി തൊഴിലാളി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിട്ട് വരുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. ഇപ്പോൾ SIR-നെതിരായിട്ട് ഇന്നലെ ശ്രീ സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ പോയി. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തിന് വരുത്തി വച്ചിരിക്കുന്ന ഒരു വലിയൊരു ത്രെട്ടിനെ പറ്റിയിട്ട് പറയാനാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് SIR നടപ്പാക്കേണ്ടെന്നാണ്, മമത ആവശ്യപ്പെടുന്നത് SIR നടപ്പാക്കേണ്ടെന്നാണ്, പിണറായി ആവശ്യപ്പെടുന്നത് FIR നടപ്പാക്കേണ്ടെന്നാണ്, ബീഹാറിലും അവരാവശ്യപ്പെട്ടത് SIR നടപ്പാക്കേണ്ടെന്നായിരുന്നു. പക്ഷേ എന്നിട്ടും 65 ലക്ഷത്തോളം പേരെ അവർക്ക് പേര് വെട്ടേണ്ടി വന്നു. അത് എന്തുകൊണ്ട് വെട്ടിയെന്നും അതിന് എതിരായിട്ട് എന്തുകൊണ്ട് അപ്പീൽ വന്നെന്നും എത്ര പേര് അപ്പീൽ ചെയ്തു എന്നുള്ളതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കുകളിലുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുകയും ഇത് സൗത്ത് ഇന്ത്യയിലെയും വെസ്റ്റ് ബംഗാളിലെയും പോയിട്ട് ഈ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വളരെ ഒരു പ്രോബ്ലം ആവുമെന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ടാണ് അദ്ദേഹം ബീഹാർ എടുത്തത്. അപ്പോൾ ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോഴുണ്ടായിരുന്ന എതിർപ്പ് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും കൂടെ ആസാമിലും ഇത് നടപ്പാക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ നമ്മൾ വയർ ഫെൻസിങ് കൊണ്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പഴയ തറവാട്ടിലെ ആൾക്കാർ ഇട്ടെന്ന പോലെ അത് 4 സെൻറ്റ് ഇത് 5 സെൻറ്റ് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നല്ല. ഇതിൽ എവിടെ തൊട്ട് എങ്ങനെയാണെന്ന് കൃത്യമായിട്ടുള്ള അതിരുകളും അളവുകളും ഒന്നുമില്ല. അപ്പോൾ കുറേ ഭാഗത്ത് ഇന്ത്യയുടെ BSF-കാർ പട്രോൾ ചെയ്യുന്നു, കുറേ ഭാഗത്ത് ബംഗ്ലാദേശ് റേഞ്ചേഴ്സ് പട്രോൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും കണക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ജനറൽമാർ
ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതും അവിടെ അവരുടെ ISIയുടെ യൂണിറ്റ് സ്ഥാപിച്ചതും ഒക്കെ ആയിട്ട് ചേർന്നപ്പോഴത്തേക്ക് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ബംഗ്ലാദേശികളോട് നമ്മൾ കാണിക്കുന്നത് ബോർഡറിൽ. അപ്പോൾ നമ്മൾ മുമ്പ് പട്രോൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും പട്രോൾ ചെയ്തു തുടങ്ങി. അവിടെ അവർക്ക് അധികം ആയുധസജ്ജരായിട്ടുള്ള ബോർഡർ റേഞ്ചേഴ്സ് അല്ല അവർക്കുള്ളത്, ബംഗ്ലാദേശ് റേഞ്ചേഴ്സ്. അവിടെ നമ്മൾ ശകലം മേൽക്കോയ്മ കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഏരിയയെ നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ ഏകദേശം 60ഓളം കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ നമ്മുടെ ഏരിയ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. ഗവൺമെൻറ് ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ വിദേശ കാര്യമായി. അതോടൊപ്പം തന്നെ ഈ അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നു വലിയ ജാഗ്രതയാണല്ലേ ഇപ്പോൾ ബംഗ്ലാദേശ്? അതെ, നമ്മളിപ്പോൾ ബംഗ്ലാദേശുമായിട്ട് കാര്യം ഇന്ത്യയിലോട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറാനുള്ള സാധ്യത. കാര്യം ബംഗ്ലാദേശിലെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മാത്രമല്ലല്ലോ ഇപ്പോൾ പാകിസ്ഥാനുമായി അണ്ണനും തമ്പിയുമാണല്ലോ. അതെ, മാത്രമല്ല നമ്മൾ ബംഗ്ലാദേശിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടെ പല കുടുംബങ്ങളും ഇന്ത്യയിലുണ്ട്. അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് പലതും ഇന്ത്യക്കാർ പലരും ബംഗ്ലാദേശി സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, പുരുഷന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ കുടുംബ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ത്യ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളെ അധികം നിരുത്സാഹപ്പെടുത്താറില്ല വിസ നിയമങ്ങളൊക്കെ വച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്തായാലും നമ്മളെ ബോർഡറിൽ വന്ന സ്ഥിതിക്ക് ഇന്ത്യ പാകിസ്ഥാനോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറിയിട്ടുള്ളത് അതേ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ ബംഗ്ലാദേശിനും കൊടുക്കാൻ പോകുന്നത്. അതിനകത്ത് വേറെ ഒരു സംശയമില്ല. കാര്യം അവിടെ നമ്മുടെ തെക്കൻ സൈഡിൽ നമ്മൾ പാകിസ്ഥാനെ മാത്രം പേടിച്ചിരുന്ന സ്ഥലത്ത് ഇവിടെ നോർത്ത് ഈസ്റ്റിൽ വരുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും കൂടെ ചേർന്ന് ഇന്ത്യൻ ഇത് എങ്ങനെയാണ്? ഈ മതത്തിന്റെ പേരിലാണോ, സാമ്പത്തികമായാണോ, അതോ മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ബംഗ്ലാദേശിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി? അവർ പാകിസ്ഥാനുമായി വലിയ രീതിയിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, അമേരിക്കയുമായി. ഇത് എങ്ങനെയാണ്? സാമ്പത്തികമാണോ, മതമാണോ? ഇത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കളിയുണ്ട് അവിടെ. CIA അറിയാതെ അവിടെ ഒന്നും നടന്നിട്ടില്ല. CIA ഉൾപ്പെട്ട് അമേരിക്കയുടെ ഒരു പാവ ഗവൺമെന്റിനെ അവിടെ സ്ഥാപിക്കാനായിരുന്നു ഉള്ള ശ്രമമാണ് നടന്നത്. അതിന് അവർ ആദ്യം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യും. അമേരിക്കയുടെ ചരിത്രം എവിടെ അങ്ങനെയാണ്. ആദ്യം ഒരു തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യും. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടാണ്, ആദ്യം ഒരു തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് അവരെ തിരിച്ചടിക്കുന്നു എന്ന് കാണുമ്പോൾ അവരതിനെ തിരിച്ചടിക്കാൻ നോക്കും. ബംഗാളിലും അവർക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. തിരിച്ചിപ്പോൾ ഇന്ത്യയുടെ അത്രയും തീരുവ അവർ ബംഗ്ലാദേശിന് കൊടുക്കുന്നില്ല. അപ്പോൾ തിരിച്ച് അവിടുത്തെ ഭീകരവാദം അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് വരെ അവരെ സഹായിക്കും. ഉൾക്കൊള്ളാൻ പറ്റാതാകുമ്പോഴത്തേക്ക് അവർ ഈ ബംഗ്ലാദേശിനെ തന്നെ ആക്രമിക്കുന്ന ഒരു അവസരം വരും. അതിന് ചിലപ്പോൾ 10-15 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ആ സമയത്ത് ഇന്ത്യ കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ്. അതുകൊണ്ട് ഇന്ത്യ വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷ്മതയോടെ ബംഗ്ലാദേശികളെ തിരിച്ചയക്കാനുള്ള ഒരു സംവിധാനവും ബോർഡർ സീൽ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലോട്ടുമാണ് നമ്മളിപ്പോൾ പോകുന്നത്. അല്ല, അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുള്ളിൽ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കില്ല? ആ പ്രക്ഷോഭങ്ങളൊക്കെ നമുക്ക് നേരിട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ കണ്ടതാണ് CAA പ്രക്ഷോഭത്തിൽ ഇന്ത്യയെ തളർത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമാണെന്ന് ഈയിടയ്ക്ക് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രക്ഷോഭങ്ങളെ, കർഷക പ്രക്ഷോഭമായാലും സിറ്റിസൺഷിപ്പിൻ്റെ പ്രശ്നമായാലും CAയുടെ പ്രശ്നമായാലും ഇത്തരം കാര്യങ്ങളെല്ലാം മോദി ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് അടിച്ചമർത്തി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.